ഇന്നത്തെ ടോപ്പിക് റിട്ടുകളെക്കുറിച്ചാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളാണ് റിട്ടുകൾ. 32-ാം വകുപ്പനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം വകുപ്പനുസരിച്ച് ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ 32-ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത്. 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെഷ്യോരിറ്റി, ക്വോ-വാറന്റോ. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന് ആണ്. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആജ്ഞ എന്ന് ആണ്. നിയമപരമായ കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോടും കീഴ്ക്കോടതികളോടും അത് നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഉന്നത നീതിപീഠത്തിൻ്റെ അധികാരമാണ് ഇത്. സ്വകാര്യ വ്യക്തികൾ, പ്രസിഡന്റ്, ഗവർണർ തുടങ്ങിയവർക്കെതിരെ ഇത് പുറപ്പെടുവിക്കാൻ ആവില്ല. കീഴ്ക്കോടതികൾ അവയുടെ അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയുവാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ട് ആണ് പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിനുള്ള അധികാരം. കീഴ്ക്കോടതികൾ സ്വന്തം അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ എടുത്ത തീരുമാനങ്ങളെ അസാധുവാക്കുവാനുള്ള മേൽക്കോടതികളുടെ അധികാരമാണ് സെഷ്യോരിറ്റി. നിയമവിരുദ്ധമായി അധികാരം കൈയേറുന്നത് തടയുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള റിട്ട് ആണ് ക്വോ-വാറന്റോ. പൊതുപദവികൾ വഹിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൻ്റെ നിയമസാധുത പരിശോധിച്ച് നിയമവിരുദ്ധമെങ്കിൽ അയാളെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള അധികാരമാണ് ക്വോ-വാറന്റോ നൽകുന്നത്. പെട്ടെന്ന് ഓർത്തിരിക്കാൻ CPM-HQ എന്ന് വിചാരിച്ചാൽ മതി. C. സെഷ്യോരിറ്റി, P. പ്രൊഹിബിഷൻ, M. മാൻഡമസ്, H. ഹേബിയസ് കോർപ്പസ്, Q. ക്വോ-വാറന്റോ.